നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ആനുകൂല്യ വിതരണം 1600 രൂപയുടെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ശിവരാത്രി ദിവസം മുതലാണ് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയത്. പലർക്കും ശിവരാത്രിയുടെ അന്ന് തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തുക പലർക്കും ലഭ്യമായി തുടങ്ങി. വൈകുന്നേരത്തോടെ പരമാവധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. SMS അലേർട്ടുകൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുമ്പോൾ തുക ബാങ്കിലേക്ക് കൈമാറി എന്നൊക്കെയുള്ള അറിയിപ്പ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും വിതരണം തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇനി ലഭ്യമാകാത്തവർക്കും സഹായം എത്തിച്ചേരുന്നതായിരിക്കും. മാർച്ച് മാസം 6-ാം തീയതി വരെയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി തീയതി അനുവദിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളിൽ ആരെങ്കിലും ഹാജരാക്കാനുണ്ടെങ്കിൽ അത് ഹാജരാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, അതിൽ 60 വയസ്സിൽ താഴെയുള്ളവരാണ് ഈ രേഖ ഹാജരാക്കേണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ പരിശോധന, വീടുകൾ തോറുമുള്ള പരിശോധന ഒരുപക്ഷെ മാർച്ച് മാസം മുതൽ ആരംഭിച്ചേക്കും. പരീക്ഷണ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് വ്യാപകമാക്കുമോ എന്ന കാര്യങ്ങളിൽ മാർച്ച് മാസത്തിലാണ് അറിയിപ്പ് വരുന്നത്. നിലവിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അനർഹരെ കണ്ടെത്തി പുറത്താക്കുകയും അതോടൊപ്പം തന്നെ അർഹമായ ആളുകൾക്ക് ആനുകൂല്യം കൂട്ടി നൽകുകയും ഒക്കെയുള്ള വിവിധ രീതികളാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് സമയമുള്ളത്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയൊരു സമയം അനുവദിക്കുന്നതല്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ സമയം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിനോട് ശ്രദ്ധിക്കുക. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം, മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ, ഇവയെല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെൻറ്റ് 2025 അപേക്ഷകൾ വിളിച്ചിരുന്നത്. 21,413 വേക്കൻസികളുണ്ട്. കേരളത്തിൽ തന്നെ 1000-ന് മുകളിൽ ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് നിയമനം ലഭിക്കും. SLC മാത്രമാണ് യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. 100 രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് ഉള്ളത്. വനിതകൾക്കും അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങൾക്കും അപേക്ഷാ ഫീസ് ഇല്ല. അതുമാത്രമല്ല, ഇത് പരീക്ഷയില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതിയാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മാർച്ച് മാസം ആദ്യ ആഴ്ചയോടെ അപേക്ഷകൾ അവസാനിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ കൂടുതൽ ചൂടുള്ള സമയത്ത് വെയിലേൽക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിലെ സമയക്രമീകരണം ഉൾപ്പെടെ നിർബന്ധമായിട്ട് പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഒരു ആശ്വാസമായിട്ടാണ് യെല്ലോ അലേർട്ട് 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 28-ന് ഈ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.